കതിരെ വളം വെച്ചാ പിടിക്കുകയല്ല. പെമ്പിള്ളാര് പ്രായമായ കാലാകാലങ്ങൾ വേണ്ട ഉപദേശങ്ങൾ കൊടുക്കേണ്ട അമ്മമാരാ. അല്ല, അതിന് നിനക്കെവിടാ സമയം? അതിനിപ്പോ ഞാനെന്ത് വേണം? ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ താമസിച്ചു വരുന്നത്. ഇതിനൊക്കെ കാരണക്കാരി നീ ഒരുത്തിയാ. കേറി പോകത്ത് ഒരു ചവിട്ട് വെച്ചതല്ലോ. പിന്നെ ചവിട്ടിയാലേ കാൽ ഉളുക്കത്തേ ഉള്ളൂ. ടിവിയിലും പത്രങ്ങളിലൊക്കെ ഓരോരോ സംഭവങ്ങൾ കാണുന്നുണ്ടല്ലോ. നേരെ ഇരട്ടി കഴിഞ്ഞാൽ പെമ്പിള്ളാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കാലമായത്. നിന്നോട് നേരത്തെ വീട്ടിൽ കയറണമെന്ന് പറഞ്ഞിട്ടില്ലേടി? അമ്മേ, 6 മണിക്കുള്ള ബസ് മിസ്സായി പോയി. ഓ, ബാക്കിയുള്ളവരാരും വണ്ടിയെ കയറിയിട്ടില്ലല്ലോ. നീ കുറെ കയറിയതിന്റെ ഞാനീ കിടന്ന് അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇനി പോകുന്നില്ല. അപ്പോഴെങ്ങനെയാ മൂക്കറ്റം കുടിക്കുന്നത്? എന്തുവാണോ എഴുതി വെച്ചിരിക്കുന്നത്? തമ്പി സാറോടെ അടുത്ത സീനിന്റെ പേപ്പർ വെക്കില്ല. നിലവിളക്ക് തന്ന് ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയത് നിങ്ങളാണ്. ഈ പടി ചവിട്ടിയാണ് ഞാനിവിടെ കടന്നു വന്നത്. അപ്പോൾ നിങ്ങൾ 10 മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച മകൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മൂവന്തി സമയത്ത് പറയുന്നു, ഈ കുടുംബത്തിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ആർക്കും കഴിയില്ല. ആകാശം ഇടിഞ്ഞു വീഴട്ടെ, അഗ്നിപർവ്വതങ്ങൾ പൊട്ടട്ടെ, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. ഐഡിയ ചെറുതിരിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. നിലവിളക്ക് തന്ന് ഈ വീട്ടിലേക്ക് കൈ പിടിച്ചു കയറ്റിയത് നിങ്ങളാണ്. ഈ വീടിന്റെ ആംബിയൻസ് പോയി. സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്ത് പറ്റി? സാറൊന്ന് വായിച്ചു നോക്കണം. അതേടി, നിലവിളക്ക് തന്ന് കൈ പിടിച്ച് കയറ്റിയത് ഞാനാണെങ്കിൽ ഈ പടിക്ക് പുറത്താക്കാൻ മറ്റാരും വിചാരിക്കണ്ട. ഞാൻ വിചാരിച്ചാൽ മതി. ഈ പറയുന്നത് പാർവതി ഭായ് തമ്പുരാട്ടിയാണ്, നിന്റെ കഴുത്തിൽ താലി കെട്ടിയവന്റെ അമ്മ, ഗോപികൃഷ്ണന്റെ അമ്മ. ഈ ഒരൊറ്റ ഡയലോഗ് മതി നമ്മുടെ സീരിയലിന്റെ റേറ്റിംഗ് കൂടാൻ. ബാക്കിയുള്ളൊന്ന് വായിച്ചു നോക്കി. ഇതൊന്ന് വായിച്ചു നോക്കി. ഇത് കേട്ട് ശാലിനി എവിടെ നിരാശയോടെ നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തന്റെ സീർട്ടിന് തീ കൊളുത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തന്റെ സീർട്ടിന് തീ കൊളുത്തി. ശാലിനിക്ക് താല്പര്യമില്ല, അവള് വലിക്കണ്ട, അത്രയല്ലേ ഉള്ളൂ. താലിയുടെ മഹാത്മ്യം. താൻ പിന്നെയും വന്നു. ആംബിയൻസ് പോയി. അയ്യോ സാർ, എന്ത് പറ്റി സാർ? കുടുംബിനി ആമിനെ ചെയ്തു താണ്ഡവം. ആഭ്യന്തരമന്ത്രിയുടെ മുമ്പില് നാണം കിട്ട് പോയല്ലോ ഞാൻ. വിവരങ്ങൾ അന്വേഷിച്ച് വരാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എന്നെ തൊപ്പി പോവും. എന്താ സാർ, അദ്ദേഹത്തിന്റെ മകൾക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലെന്നാണോ ഇപ്പൊ പറയുന്നത്? തുടങ്ങിയില്ല, അതിനു മുമ്പ് മുടങ്ങും. എന്റെ ഈശ്വര, പേര് ഇഷ്ടപ്പെട്ടില്ലേ? മാറ്റാ സാർ. പേര് മാത്രം പോരാ. യു മീൻ സമൂലം? അദ്ദേഹത്തിന്റെ മോക്ക് അഭിനയിക്കാൻ പറ്റിയ ഏത് കഥാപാത്രമാണോ ഈ കഥകളിലുള്ളത്? ഇത് മുഴുവൻ കള്ളുകുടിയും കഞ്ചാവടിയും അവിഹിതവും ബലാത്സംഗവും പീഡനവുമാണല്ലോ. കുടുംബ സദസ് കാർക്കിച്ചു തുപ്പും. ഇതാണ് സാർ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. തന്റെ ഒരു ട്രെൻഡ്. ഇമാതിരി ആഭാസത്തരങ്ങളല്ല, പിള്ളേർക്ക് പറ്റിയ ലവ് സ്റ്റോറിയാ വേണ്ടത്. എല്ലാം മാറ്റി എഴുതിയില്ലെങ്കിൽ അറിയാലോ, ആഭ്യന്തരമന്ത്രിയുടെ മോളുടെ കാര്യ. അല്ല സാർ, വിശുദ്ധ പാർവതിയമ്മയെ കുറിച്ച് ആലോചിച്ചാലോ? ഭക്തമീരെ കുറിച്ച് ആലോചിച്ചാലോ? താൻ ആരെ കുറിച്ച് വേണമെങ്കിലും ആലോചിച്ചോ. ഉടനെ വേണം. 2 ആഴ്ചക്ക് ശേഷം വീണ്ടും കാണാം. ലവ് സ്റ്റോറി പോലെ ഒരു ആംബിയൻസും കിട്ടുന്നില്ലല്ലോ. വെറുതെ അല്ല കസൻ സാക്കിസ് ജയിലിലായത്. എഴുത്തുകാരുടെ ഒരു ഗതികേട്. എന്റെ കാര്യം അയ്യോ, പൊട്ടുന്ന വല്ല ഉണ്ടായിരുന്നോ സാർ? പൊട്ടുന്ന 2 പടത്തിന്റെ സ്ക്രിപ്റ്റ് ഇതിനകത്തുണ്ട്. ഞങ്ങൾക്ക് എന്താ അറിയണം? നായിക തീർത്ത് വിളിച്ചാൽ ഒരെണ്ണമല്ല 10 എണ്ണം പൊട്ടും. ഹലോ, ഏതാശുപത്രിയിലാ? ഞാൻ നാളെ രാവിലെ എത്തിക്കോളാം. ശരി. ഗുഡ് മോർണിംഗ് സാർ. അരവിന്ദനിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പിന്നെ ചെറിയൊരു മയക്കം. അത് ഈ മരുന്നിന്റെ. സിസ്റ്ററിന്റെ പേരെന്താ? ലീന. ലീന, നല്ല പേര്. വീട് എവിടെയാ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. താൻ രാവിലെ ഒരിക്കൽ പറഞ്ഞു. ബോധം വീണോ? ഇല്ല. എന്താ പേര്? അരവിന്ദ്. തന്റെ? സൂരജ്. ടോണി. ശരിക്കും കിട്ടിയല്ലേ? മൂത്രമൊക്കെ പോകുന്നുണ്ടോ? എന്താ? ഇയാളുടെ മൂത്രമൊക്കെ ശരിക്കും പോകുന്നുണ്ടോ? വീട്ടുകാരെ അറിയിച്ചോ? ചത്തിട്ടല്ലേ സാറേ വീട്ടുകാരെയൊക്കെ അറിയിക്കുന്നേ.
ഇവന്റെ വീട്ടിലറിയിച്ചോ? അറിയിച്ചു. അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു സാർ. രാവിലെയാണ് പോയത്. നിനക്കൊക്കെ എന്തുവാ പണി? സാർ, ഞങ്ങൾ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ സ്റ്റുഡൻസ് ആണ്. എന്താ സംഭവിച്ചത്? സാർ, അത് കൃഷ്ണോളെ സാർ നോട്ട് ചെയ്യടോ. സാറേ, പറയണം. ഞങ്ങൾക്ക് അറിയില്ല സാറേ. പറയണം. തിയേറ്ററിലെ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളെ കുറച്ചുപേര് വന്ന് ഒരു കാരണമില്ലാതെ തല്ലുകയായിരുന്നു. ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും തല്ലുകൊടൂ? കാരണം കാണും. ഇവന്മാരെ കണ്ടാൽ അറിയത്തില്ലേ സാറേ? ഏതെങ്കിലും പെമ്പിള്ളേരുടെ ആങ്ങളമാര് വന്ന് കയറി നെരങ്ങിയച്ച് പോയി കാണും. ഇയാളെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി ഒരാട്ടോ പിടിച്ചേക്ക് വാ. ഓ, എടോ, പിള്ളേർക്ക് പറ്റിയ ലവ് സ്റ്റോറിയാ വേണ്ടത്. സാർ കഴിഞ്ഞു. ആ പോയ പെൺകുട്ടി ഏതാ? അത് നാൻസിയാ. അവളാണോ ഇവന്റെ നായിക? നായികയോ? അല്ല സാർ, അത് അശ്വതിയാ. അശ്വതി അതാരാ? അത് അശ്വതി ആദ്യം ഞങ്ങൾ കാണുന്നത് കോളേജിലെ ഫ്രഷേഴ്സ് ഡേക്കാണ്. വർണ്ണങ്ങളുടെ വസന്തങ്ങൾ തീർത്ത് കലാലയം നവാഗതരെ വരവേൽക്കുന്ന ദിവസം. അതിൻ്റെ ഒരുക്കത്തിലായിരുന്നു ഞങ്ങൾ സീനിയേഴ്സ്. പാവം കുറെ കഷ്ടപ്പെട്ട് കാണും. എന്നിട്ട് അവള് വീണോ? എന്താണോ? ഇന്നലെ നൈറ്റ് ആയിരുന്നു സാർ, നിന്നുറങ്ങിപ്പോയി. ഞാൻ എഴുതിക്കോളാം. എന്നിട്ട് ആർട്സ് ഡേയുടെ അന്നായിരുന്നു അശ്വതി ഒരു കലാകാരിയാണെന്ന് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ സ്പോർട്സിലേക്ക് അറിഞ്ഞില്ലേ? സ്പോർട്സ് വേറെ, ആർട്സ് വേറെ. ആ, കലാകാരിയാണല്ലേ. ജീവിതം കട്ടപ്പോകാം. ആർട്സിന്റെ അന്ന് എന്തോ കാരണം കൊണ്ട് ചാർട്ട് ചെയ്തതുപോലെ അശ്വതിയുടെ പ്രോഗ്രാം നടന്നില്ല. അശ്വതി, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. നമുക്ക് കംപ്ലൈന്റ് ചെയ്യണം. ഒന്നും വേണ്ട. പ്രോഗ്രാം ചെയ്യുന്നില്ലേ? സമയക്കുറവ് മൂലം അശ്വതിയുടെ ഡാൻസ് നടത്താൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ശിവൻ സമ്മതിക്കുന്നില്ല. അവരുടെ നാടകം ഉണ്ട് പോലും. എന്നാ അവന്റെ നാടകം ഒന്ന് അശ്വതി, കാണാമല്ലോ. നമുക്ക് നാൻസി, ആക്ച്വലി എന്താ ഇവിടെ സംഭവിച്ചത്? അത് ഞാൻ പോയിട്ട് പോരാം. ടോണി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. വാളിയാ, ഒരു സസ്പെൻഷൻ മടക്കുന്നുണ്ട്. അത് നിന്റെ സോക്സിന്റെ മണോടെ. ഇടി, അരവിന്ദ് പ്രശ്നം ഉണ്ടാക്കോ? മച്ചു, കവിത പാരായണം ഇപ്പം തീരും. കവിതയുടെ പാരായണം കേൾക്കാഞ്ഞിട്ട് അവൻ ഇരിക്കപ്പുറതിയില്ല. വൃത്തികെട്ടവൻ. ഒന്ന് ചുമ്മാ ഇരിക്കടാ. സോറി അളിയ. എന്താണ് ശിവ, നീ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞില്ലേ? പോടാ. മനു, കിരീടം കണ്ടോ? പിന്നെ 8 തവണ ലാലേട്ടന്റെ അഭിനയം സൂപ്പർ. ഓ, അതല്ല, തലേ വെക്കുന്ന കിരീടം. ബാലെ നമുക്ക് അടുത്ത വർഷം നടത്താം. നീ തൽക്കാലം ഇവിടെ കെടാ. എന്തൊക്കെ പറഞ്ഞ പരിപാടി കാണിച്ചു തരണം. ഭാഗ്യം, ഒരടി പോലും മിസ്സായില്ല. മാഡം, ശിവന് വലിയ നിർബന്ധം നാടകത്തിൽ ഒരു സ്റ്റണ്ട് വേണമെന്ന്. അതിന്റെ റിഹേഴ്സൽ നോക്കുമായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. കം ഓൺ. കൊള്ളാം. അയ്യോ, അല്ല, പോവാണോ? നല്ല റിഹേഴ്സൽ ആയിരുന്നു. ഇത് ഞാൻ മാത്രം കണ്ടാ പോരല്ലോ, വീട്ടുകാരെ കൂടി അറിയിക്കണ്ടേ നിങ്ങൾ നല്ല കഴിവുള്ള പിള്ളേരാണെന്ന്. മാഡം, അത് അവർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. എന്നിട്ട് ഇത്രയും തവണ ഇവിടെ വന്നിട്ടും അവർ ഇക്കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പേരൻസിനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. ടോണിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. മുട്ടില്ല. പാരന്റ്സിനെ വിളിച്ചോണ്ട് വന്നിട്ട് കേറിയാ മതി എന്നാ അവര് പറഞ്ഞേ. അതെനിക്ക് മനസ്സിലായി. കൂടെ ഇങ്ങനെ പറയണമെന്നില്ല. വാകേറിയ ദൈവം പേരൻസിനെ തരാതിരിക്കത്തില്ല. ഇതെനിക്ക് എപ്പോഴേ മനസ്സിലായി. എടാ, അശ്വതി വിചാരിച്ചാൽ ഒരു പക്ഷേ. ഞാൻ പറഞ്ഞിട്ടല്ലോ ശിവനെ തല്ലിയത്. ഇനി എങ്കിലും നിനക്ക് വേണ്ടിയല്ലേ അവൻ. എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. പക്ഷേ അന്ന് തന്നെ അശ്വതിയുടെ അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടായി. റോഡിൽ രക്തം വാർന്നു കിടന്ന
അദ്ദേഹത്തെ ഹോസ്പിറ്റലാക്കിയത് അരവിന്ദായിരുന്നു. എന്തു പറ്റി? അച്ഛൻ എന്തു പറ്റി? എന്തു പറ്റാനാ? മൂക്കറ്റം കുടിച്ചിട്ട് വണ്ടി ഇടിച്ചതാ. ബോധം കെട്ട് കിടന്നപ്പോ ഒരു പയ്യനെ ഇവിടെ എത്തിച്ചത്. തക്ക സമയത്ത് ഇവിടെ എത്തിച്ച് അവൻ ബ്ലഡ് കൊടുത്തോണ്ട് ജീവൻ തിരിച്ചു കിട്ടി. എന്റെ ഈശ്വര, ഇങ്ങനെ ഒടുക്കത്തെ കുടി കാരണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്നിട്ട് അയാൾ എവിടെ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ. ഒന്ന് നിന്നേ. താങ്ക്സ് അശ്വതി. എന്റെ ഡാഡി ഭയങ്കര സന്തോഷത്തോടെ പോയത്. എന്താടാ? ആദ്യമായിട്ട് കോളേജിൽ കയറിയ സന്തോഷത്തിലാ പുള്ളി പോയത്. ഓ എന്റെ അമ്മോ, പ്രിൻസിപ്പൽ മാഡത്തിന്റെ എന്റെ അപ്പന്റെ ഉപദേശം ഇപ്പോഴാ കഴിഞ്ഞത്. അപ്പൊ നീ നന്നാവല്ലോടാ. ഓ പിന്നെ നന്നാവും. എന്റെ അപ്പൻ നന്നാവും. പാവം തളർന്നാ പോയത്. എടാ അരവിന്ദ് എവിടെ? അവൻ ചേട്ടനെയും കാത്ത് നമ്മുടെ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. ഓ എന്താ അവന്റെ പാരന്റ്സ് വരില്ലേ? നിങ്ങൾക്കറിയില്ലേ, അവന്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് തന്നെ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ശേഷിച്ചത് അവനും ചേട്ടനും മാത്രമാ. വാടാ, നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം. എന്താടി എങ്ങോട്ടായി പിടിച്ചു വലിക്കുന്നേ? എനിക്ക് അരവിന്ദനെ ഒന്ന് കാണണം. എന്താ മോളെ ഒരു മനംമാറ്റം? അതല്ലടി, ഇന്നലെ അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോ ഹോസ്പിറ്റലിലാക്കിയതും ബ്ലഡ് കൊടുത്തതും അരവിന്ദാ. എനിക്ക് അവനോടൊരു താങ്ക്സ് പറയണം. ഇതിനിടയിൽ അതൊക്കെ സംഭവിച്ചോ? നീ ഒന്ന് വന്നേ.